നമസ്കാരം. കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടൈപ്പ്റൈറ്റർ മെക്കാനിക്സ് കൃത്യമായി വിശദീകരിക്കുന്ന ഈ പഠനസഹായിലേക്ക് സ്വാഗതം. ഇതിൽ പ്രത്യേകിച്ച് നമ്മളിന്ന് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് ബൈക്രോം അഥവാ കളർ ഇൻഡിക്കേറ്റർ എന്ന ഭാഗമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഹോട്ടസ് ലേണിംഗിന്റെ ഈ എഡ്യൂക്കേഷണൽ ഗൈഡ് തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും കൃത്യമായ വിവരങ്ങൾ നൽകാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു രൂപരേഖ. ആദ്യം ബൈക്രോം എന്താണെന്ന് നമ്മൾ നോക്കും. പിന്നെ അതിലെ ബ്ലാക്ക് മോഡ്, വൈറ്റ് മോഡ്, റെഡ് മോഡ് എന്നിവയുടെ മെക്കാനിക്സ് മനസ്സിലാക്കും. ഒടുവിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പാകത്തിൽ ഒരു പരീക്ഷാ സംഗ്രഹവും. ശരി, നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ ബൈക്രോം അഥവാ കളർ ഇൻഡിക്കേറ്റർ എന്ന് നമുക്കൊന്ന് നോക്കാം. കളർ ഇൻഡിക്കേറ്റർ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഏത് നിറത്തിലുള്ള മഷിയാണ് പേപ്പറിൽ പതിയേണ്ടത് എന്ന് തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസമാണിത്. ഇതിനെ ബൈക്രോം എന്നും വിളിക്കും. ഈ ബൈക്രോം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രണ്ട് നിറങ്ങളുള്ള അല്ലെങ്കിൽ മൾട്ടി കളറായ റിബൺ എന്നാണ്. ടൈപ്പ്റൈറ്ററിൽ മഷിയുടെ നിറം മാറ്റുന്ന ഈ സംവിധാനത്തിന്റെ ഔദ്യോഗിക പേരാണ് ബൈക്രോം എന്നത് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കണേ. ഇപ്പോ ഈ സ്വിച്ച് ഒന്ന് ശ്രദ്ധിച്ചേ. അതിൽ 3 വ്യത്യസ്ത കുത്തുകൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും, അല്ലേ? വെള്ള, കറുപ്പ്, പിന്നെ മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു കുത്ത്. ഈ 3 ഓപ്ഷനുകളാണ് നമ്മൾ ഇനി വിശദമായി പഠിക്കാൻ പോകുന്ന ആ 3 മോഡുകളെ സൂചിപ്പിക്കുന്നത്. ഈ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിലൂടെയാണ് ടൈപ്പ്റൈറ്ററിന്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഇതിലെ ആദ്യത്തെ സെറ്റിംഗ്, അതായത് ബ്ലാക്ക് മോഡ് മെക്കാനിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അതേ രീതി തന്നെ. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ റിബണിന്റെ ചെറിയൊരു മൂവ്മെന്റാണ്. നമ്മൾ കളർ ഇൻഡിക്കേറ്റർ കറുപ്പിലേക്ക് മാറ്റിവെച്ചിട്ട് ഒരു കീ അമർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ റിബൺ അല്പം മുകളിലേക്ക് ഉയരുന്നു. ഈ ഒരൊറ്റ നിമിഷത്തിൽ അക്ഷരങ്ങളുള്ള ആ ടൈപ്പ് ബാർ വന്ന് കൃത്യമായി റിബണിൽ തട്ടുകയും പേപ്പറിൽ ആ അക്ഷരം കറുത്ത മഷിയിൽ പതിയുകയും ചെയ്യുന്നു. ഇത്രയുള്ളൂ ബ്ലാക്ക് മോഡിന്റെ അടിസ്ഥാന മെക്കാനിസം. വളരെ സിമ്പിളല്ലേ? അടുത്തത് വൈറ്റ് മോഡ് അഥവാ സ്റ്റെൻസിൽ കട്ടിംഗ് മോഡാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂട്രൽ സെറ്റിംഗാണിത്. സ്റ്റെൻസിൽ പേപ്പർ ഉപയോഗിച്ച് കോപ്പികൾ എടുക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റെൻസിൽ കട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഓർക്കേണ്ട പ്രധാന കാര്യം, ഈ സമയത്ത് നമുക്ക് മഷിയുടെ ആവശ്യമില്ല എന്നതാണ്. അതുകൊണ്ടുതന്നെ ഈ ന്യൂട്രൽ മോഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ റിബൺ മുകളിലേക്കോ താഴേക്കോ ഒട്ടും അനങ്ങില്ല. അതായത് അക്ഷരങ്ങൾ അടിക്കുന്ന ടൈപ്പ് ബാർ വന്ന് റിബണിൽ തട്ടുന്നതിന് പകരം നേരിട്ട് ആ സ്റ്റെൻസിൽ പേപ്പറിൽ തന്നെ പോയി പതിക്കുകയാണ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നതിനു മുൻപ് ഈ ഒരു കാര്യം തലയിൽ നന്നായി ഉറപ്പിച്ചു വെച്ചോളൂ. നിങ്ങൾ സ്റ്റെൻസിൽ കട്ടിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കളർ ഇൻഡിക്കേറ്റർ സ്വിച്ച് നിർബന്ധമായും വെള്ള, അതായത് വൈറ്റ് സെറ്റിംഗിൽ തന്നെ ആയിരിക്കണം. ചോദ്യപേപ്പറിൽ സ്ഥിരമായി ആവർത്തിക്കുന്നൊരു ചോദ്യമാണത്. സോ ഡോണ്ട് ഫർഗെറ്റ്. അവസാനമായി ബൈക്രോം സിസ്റ്റത്തിന്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗിക്കുന്ന റെഡ് അല്ലെങ്കിൽ മൾട്ടി കളർ മോഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. നമ്മൾ ആ സ്വിച്ച് ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ കുത്തിലേക്ക് മാറ്റുമ്പോൾ അത് ടൈപ്പ്റൈറ്ററിലെ 2 നിറങ്ങളുള്ള റിബണുമായി നേരിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇവിടെ കാണുന്നത് പോലെ മുകളിൽ കറുപ്പോ നീലയോ ഒപ്പം താഴെ ചുവപ്പും നിറമുള്ള റിബണുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മെക്കാനിക്കലി പറയുകയാണെങ്കിൽ ഈ മോഡിൽ റിബണിന് കുറച്ചുകൂടി വലിയൊരു യാത്ര ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയെന്നല്ലേ? നിങ്ങൾ കീ അമർത്തുമ്പോൾ റിബൺ സാധാരണ ബ്ലാക്ക് മോഡിൽ ഉയരുന്നതിനേക്കാൾ വളരെ കൂടുതൽ മുകളിലേക്ക് ഉയരും. അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമാണല്ലോ ടൈപ്പ് ബാർ കൃത്യമായി റിബണിന്റെ ഏറ്റവും താഴെയുള്ള ആ ചുവപ്പ് നിറമുള്ള ഭാഗത്ത് വന്ന് തട്ടുന്നത്. അങ്ങനെ അക്ഷരങ്ങൾ മനോഹരമായി ചുവപ്പ് നിറത്തിൽ പേപ്പറിൽ പതിയുകയും ചെയ്യും. ശരി, നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി പരീക്ഷയ്ക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പാകത്തില് ഒന്നുകൂടി നോക്കാം. ഈ ഒരു ടേബിളിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ബ്ലാക്ക്, വൈറ്റ്, റെഡ് മോഡുകളും അവയുടെ കൃത്യമായ റിബൺ മൂവ്മെന്റുകളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക എന്നതാണ് ഈ ടോപ്പിക്കിൽ നിന്നുള്ള ഏത് ചോദ്യത്തിനും ശരിയുത്തരം നൽകാനുള്ള മാസ്റ്റർ കീ. കറുപ്പിൽ റിബൺ അല്പം ഉയരുന്നു, വെള്ളയിൽ ഒട്ടും അനങ്ങുന്നില്ല, ചുവപ്പിൽ ഏറ്റവും കൂടുതൽ ഉയരുന്നു. ഈ ഒരു കാര്യം ഇനി ഒരിക്കലും മറക്കരുത്. കേരള PSC പരീക്ഷയ്ക്ക് നിങ്ങളെ പൂർണ്ണ സജ്ജരാക്കുക എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ റിബൺ ഒട്ടും അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് മോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഉത്തരം പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നില്ലേ? ഹോട്ടസ് ലേണിംഗിന്റെ ഈ പഠനസഹായി നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
എല്ലാവർക്കും മികച്ച വിജയം ആശംസിക്കുന്നു. നന്നായി പഠിക്കുക.